നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഫീൽഡ് വർക്കർ എക്സാം അതിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊവിഷണലായ ആൻസർ കീ ഇപ്പോൾ കേരള PSC അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ച് ആൻസേഴ്സ് പ്രൊവിഷണൽ ആൻസർ കീയിൽ തെറ്റാണെന്ന് കണ്ടാൽ നിങ്ങൾക്കത് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻസർ കീ കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ആൻസേഴ്സ് വ്യത്യാസമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇരവികുളം, പാമ്പാടുംചോല, സൈലന്റ് വാലി, മതികെട്ടാഞ്ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി, അതായത് സൈലന്റ് വാലി ആണ് വരുന്നത്. സൈലന്റ് വാലി. വിമൽ കുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ഏതാണ്? വിമൽ കുമാർ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ബാഡ്മിന്റൺ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നതോ അംഗീകരിച്ചതോ ആയ തിരിച്ചറിയൽ കാർഡ് അതിലേതാണെന്നാണ്. അതുപോലെ അതിലടുത്തത് വോട്ടർ പട്ടികയിൽ പേര്, അടുത്ത കരമൊടുക്കിയ രസീത്, 18 വയസ്സ് പൂർത്തീകരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മേൽ പറഞ്ഞവയിൽ ആവശ്യമായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, അതുപോലെ വോട്ടർ പട്ടികയിൽ പേര് വേണം, 18 വയസ്സ് പൂർത്തീകരിക്കുക, കരമൊടുക്കിയ രസീത് വേണമെന്നില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതില് സിന്ധു ആയാലും ഗംഗ ആയാലും ബ്രഹ്മപുത്ര ആയാലും ഒന്നും പൂർണ്ണമായിട്ട് ഇന്ത്യയിലൂടെ ഒഴുകുന്നില്ല. അതുകൊണ്ട് ഇവയൊന്നുമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില. ഇതില് ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ്, കടുവ, മയിൽ, കണിക്കൊന്ന, അരയാൽ, ആന, മയിൽ, അശോകം, ചന്ദനം, ആന, വേഴാമ്പൽ, നീലക്കുറിഞ്ഞി, തെങ്ങ്. ഇതില് കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ശ്രേണി, കേരളത്തിന് അനുയോജ്യമായെന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാം ഒഫീഷ്യൽ ബേർഡ്, ഒഫീഷ്യൽ ആനിമൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണെങ്കിൽ ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ്. അപ്പോൾ ഓപ്ഷൻ ഇതിൽ 1 എന്ന ആ ഒരു ഓപ്ഷനാണ് വരുന്നത്. ആ 1 വന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത എവറസ്റ്റ്, വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, സിവാലിക് ഇവയിൽ ശരിയായ ജോഡി ഏത്? ഇവയിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആരവല്ലി പശ്ചിമഘട്ടം അത് തെറ്റാണ്. അതുപോലെ വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി അതാണ് കറക്റ്റ്. വിന്ധ്യാപർവ്വതം ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചിരിക്കുന്ന താഴെ തന്നിരിക്കുന്നവയിൽ ഏത് രീതിയിലാണ്? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറായി തന്നിരിക്കുന്നത്. ഡെക്കാൻ, ഉത്തര മഹാസമതലം, ഹിമാലയം, തീരസമതലം. താഴെ പറയുന്നവയിൽ കേരളത്തിന്റെ ശരിയായ അതിരുകൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി 4-ാമത്തേതാണ്. കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. കർണാടക, തമിഴ്നാട്, അറബിക്കടൽ. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ, പ്രസിഡന്റ്. മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ ആരാണ്? മുനിസിപ്പൽ ചെയർമാൻ ആണ്. ഓപ്ഷൻ ബി. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് ഏത്? ഓപ്ഷൻ എ, മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ. സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇതില് ഓപ്ഷൻ സി ആണ്. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടതാണ് സുന്ദർബൻസ്. ഇവരിൽ ആർക്കാണ് 2015 അർജുന അവാർഡ് ലഭിച്ചത്? അർജുന അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ഡി, PR ശ്രീജേഷ്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണ നദി ഉൾപ്പെടുന്നത്? ഡെക്കാൻ നദികളിലാണ്. ലൈഫ് മിഷൻ, പുനർഗേഹം, സുരക്ഷാ ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതി
കേരളത്തിലെ ചില ഭവന പദ്ധതികളാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി ഇതിലേതാണ്? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളത് ഈ പുനർഗേഹം എന്ന് പറയുന്നതാണ്. അപ്പൊ അത് ഓപ്ഷൻ എയിലാണ് കൊടുത്തിരിക്കുന്നത്. കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ കേരളത്തിലെ ചില ജലവൈദ്യുത പദ്ധതികളാണിവ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. അത് ഏതാണ്? ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തേത് പള്ളിവാസലാണ്. പള്ളിവാസൽ. വർഷം ഉൽപാദനം ഇവിടെ കൊടുത്തിരിക്കുന്നത് 2017 ഫിഷറി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിലെ മത്സ്യോൽപാദനത്തിന്റെ കണക്കാണ്. മത്സ്യോൽപാദനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് ഏതു വർഷം? ഇതിൽ നോക്കിയാൽ നമുക്ക് മത്സ്യോൽപാദനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് ഏതു വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു വർധനവ് ഉണ്ടായിരിക്കുന്ന ഈ 2014-15 സമയത്താണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ തന്നിട്ടുള്ളവയിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏത്, അല്ലെങ്കിൽ ഏതെല്ലാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാർ, പെരിങ്ങൽകുത്ത് ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏതാണ്? വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഓപ്ഷൻ എ മാനാഞ്ചിറ. എന്താണ് വ്യത്യസ്തത എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആൾ. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയ ആളാരാണ്? മംഗൾ പാണ്ഡെ. ആദ്യത്തെ രക്തസാക്ഷി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ. ആര്യ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി കൾസൺ പ്രഭു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതായിരുന്നു? ബാലഗംഗാധര തിലക്. കേരള സംസ്ഥാന രൂപീകരണം അതെന്നായിരുന്നു? 1956 നവംബർ 1. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയത്. ഒളിപ്പോർ യുദ്ധം നടത്തിയത് പഴശ്ശിരാജ. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം 1946. ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമസഭ. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആര്? മഹാത്മാഗാന്ധി. നിയമവാഴ്ച എന്നാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് പ്രതിപക്ഷം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത PV സിന്ധു. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ ആരാണ്? PR ശ്രീജേഷ്. മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെടുന്ന പ്രസ്താവന ഏത്? മിശ്രിത സമ്പദ് വ്യവസ്ഥയുമായി പ്രസ്താവന പൊതുമേഖലയ്ക്ക് പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്നതാണ് മിശ്രിതം. താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത് CISR. ഇന്ത്യ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ പോളിസിയെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി ബന്ധിപ്പിക്കുന്നു? ഏത് ലക്ഷ്യവുമായി ഏറ്റവും അനുയോജ്യമായി? മേക്ക് ഇൻ ഇന്ത്യ അതേതാണ്? സ്വാശ്രയത്വം. ഓപ്ഷൻ സി
ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ്? പ്ലാനിംഗ് മോഡൽ ഏത് രാജ്യത്തിൻ്റെതാണ്? സോവിയറ്റ് യൂണിയൻ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇതില് കനത്ത വ്യവസായം, വലിയ ഡാമുകളുടെ നിർമ്മാണം, ഇൻഷുറൻസ്, രാജ്യസുരക്ഷ. ഇതില് വ്യവസായവും വലിയ ഡാമുകളുടെ നിർമ്മാണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2021 ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത്? ഒഡീഷ. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനം ഏതാണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിന്റെ പേര്? കേരള നടനം. എയർ ബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയർ ബോൾ ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. അമ്പിളി ചിരിക്കും മാനത്ത്, തുമ്പ ചിരിക്കും താഴത്ത്. ഈ വരികൾ എഴുതിയതാര്? ശ്രീ ONV കുറുപ്പ്. ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തതിൽ ആർക്കാണ്? വയലാർ രാമവർമ്മ. 2019 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ വ്യക്തി? 2019 ലഭിച്ചത് ശ്രീ രജനീകാന്ത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 2ാം സ്ഥാനം ലഭിച്ച രാജ്യം ഏതാണ്? ചൈന. 2020 വയലാർ പുരസ്കാര ജേതാവാര്? 2020 വയലാർ പുരസ്കാര ജേതാവ് ഏഴാശ്ശേരി രാമചന്ദ്രൻ. 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം? 2021 കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം തിരുവനന്തപുരം. സങ്കര ഇനം ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സങ്കര ഇനം പരപരാഗണം നടത്തിയിട്ട്. ഭൂമിയിലെ ജലസ്രോതസ്സിൽ ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം എത്ര? ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം 2% കുറവ്. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? വിറ്റാമിൻ കെ. ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡയഫ്രം എന്ന ശരീരഭാഗം ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്വാസകോശം. വനം വകുപ്പിന്റെ വനശ്രീ സെൽ കൈകാര്യം ചെയ്യുന്ന വിഷയം ഏതാണ്? വനവിഭവങ്ങളുടെ വിപണനം. COVID-19 നേരിട്ട് ബാധിക്കുന്ന ശരീരഭാഗം? ശ്വാസകോശം. ഇന്ത്യയിൽ ചായ എത്തിയത് ഏത് രാജ്യത്തു നിന്നാണ്? ചൈന. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി? താപം പ്രേഷണം ചെയ്യുന്ന രീതി സംവഹനം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ ഒരു വലിയ പാറക്കല്ല് ഉയർത്തുന്നു. ഈ സന്ദർഭത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. പാരക്കോൽ ഉപയോഗിച്ച് വലിയൊരു പാറക്കല്ല് ഉയർത്തുന്നു. അപ്പൊ ഇത് രോധത്തിനും യജ്ഞത്തിനും ഇടയിൽ ധാര. ഓപ്ഷൻ സി. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടേൻ. അന്താരാഷ്ട്ര പീരിയോഡിക്കൽ ടേബിൾ വർഷം ആയി UN ആചരിച്ച വർഷം? അത് ഓപ്ഷൻ സി. 2019 അന്താരാഷ്ട്ര പീരിയോഡിക്കൽ ടേബിൾ വർഷമായി ആചരിച്ചത്. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ? ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ മലേറിയ, മന്ത്, സിക്ക വൈറസ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് 3 കറക്റ്റ് ആണ് വരുന്നത്. ഇവയില് കൈകളുടെ ശുചിത്വക്കുറവും കാരണം ഉണ്ടാകുന്ന രോഗം? ശുചിത്വക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ടൈഫോയിഡ്. വാക്സിൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വാക്സിൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവന
ഏത് താപനിലയിലും സൂക്ഷിക്കാം. പോളിയോ തുള്ളി മരുന്ന് ഒരു തരം വാക്സിനാണ്. എല്ലാ വാക്സിനും കുത്തിവയ്പ്പ് രൂപത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതില് പുകവലി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു, ശരിയാണ്. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ വേണ്ട, കറക്റ്റ് ആണത്. ഇത് കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. ഉപ്പ് അധികമുള്ള ഭക്ഷണം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറിക്കും, അപ്പോൾ അത് തെറ്റാണ്. അപ്പൊ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കുന്നത്. രക്തസമ്മർദ്ദം വീട്ടിൽ നിന്ന് പരിശോധിക്കാം, അത് വേണമെങ്കിൽ പരിശോധിക്കാം. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്രമേഹത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന: ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കാം. പാലിയേറ്റീവ് പരിചരണത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന: അതിൽ ഏതാണ്? തീവ്ര രോഗബാധിതർക്കും അവരുടെ കുടുംബത്തിന്റെ ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, തീവ്ര രോഗബാധിതർക്കാണ് അത് വേണ്ടത്. ഓപ്ഷൻ എ. ആശ്വാസ കിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരൊക്കെയാണ്? രോഗികളെ പരിചരിക്കുന്നവർക്കാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ കോവാക്സിൻ 2ാം ഡോസ് എത്ര കഴിഞ്ഞാണ് എടുക്കുന്നത്? കോവാക്സിൻ 2ാം ഡോസ് എത്ര ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്? 28 ദിവസം കഴിഞ്ഞ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്തായിരുന്നു? കേരളത്തിലായിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? പുനരുപയോഗിക്കുക, റീസൈക്ലിംഗ്. താഴെ കൊടുത്തവയിൽ സാംക്രമിക രോഗം ഏതാണ്? സാംക്രമിക രോഗം ക്ഷയരോഗം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം CT സ്കാൻ ഉണ്ടാവില്ല. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് ജീവിയാണ്? കൊതുക്. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. തൊഴിലുറപ്പ് പദ്ധതിയാണ് നവകേരളം കർമ്മ പദ്ധതിയിൽ ഇല്ലാത്തത്. പിന്നെ മാത്സ് ആണ്, ആൻസർ മാത്രം പറയാം. 101 ഗുണം 99. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഫോർമുലയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ബി ആണ്. ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 4880. ഒരു ദിവസത്തെ ശരാശരി വരുമാനം ഓപ്ഷൻ സി. അടുത്തത് 3/7 ഡിവൈഡ് ബൈ 2/7. അപ്പോൾ ഇതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് ആൻസർ. അടുത്തത് 0.5-ന് തുല്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് 4:19 ഈസാസ് 7:2 എത്രയാണ്? അപ്പം അത് വരുന്നത് അനുപാതം വരുന്നത് എത്രയാണ്? 22. ഇതിൽ 3, 5, 15 എന്നീ സംഖ്യകളുടെ ലസാഗു ചോദിച്ചിട്ടുണ്ട്. അത് 15. അടുത്തത് 1, 2, 3, 5, 8 എന്നീ സംഖ്യാശ്രേണിയിലെ അടുത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 13 അടുത്തത് ഈ ഒരു സീരീസ് നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 15 ആണെന്ന് നോക്കുക. 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങ്. അച്ഛൻ ഇപ്പോൾ 52 വയസ്സ്, മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ഓപ്ഷൻ ഡി 20. അടുത്തത് 13, 17, 19, 21, 23 ഇവയിലെ കൂട്ടത്തിൽ പെടാത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. 21 അഭാജ്യ സംഖ്യകളാണ് ബാക്കിയെല്ലാം. താഴെ പറയുന്നവയിൽ ജൈവിക കൊതുകു നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? ഗപ്പി, ഗംബൂസിയ, മാനത്ത് കണ്ണി ഇതെല്ലാം ഉപയോഗിക്കും. സോ ഓപ്ഷൻ ഡി. ലോക ടോയ്ലറ്റ് ദിനം എന്നാണ് നവംബർ 19. സ്ക്രബ് ടൈഫസ് രോഗത്തിന് പ്രത്യേകമായിട്ടുള്ള ലബോറട്ടറി പരിശോധന എന്താണ്? ലബോറട്ടറി പരിശോധന വീൽ ഫെലിക്സ് ടെസ്റ്റ്. സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 2030 ഇന്ത്യയിൽ നിന്നും നിവാരണം ചെയ്യേണ്ട പ്രാണിജന്യ രോഗങ്ങൾ: മലമ്പനി, മന്ത്, കരിമ്പനി. ഈച്ചയുടെ ജീവിത ചക്രം: മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന ഈച്ച ഓപ്ഷൻ സി. ലോക കൊതുകു ദിനം ഓഗസ്റ്റ് 20. സാൻഡ് ഫ്ലൈ പരത്തുന്ന രോഗം: കാല അസർ, ഓറിയന്റൽ സോർ, സാൻഡ് ഫ്ലൈ ഫീവർ ഇതിലെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ്. മലമ്പനി രോഗാണുക്കൾ ഏത് അവയവത്തെ ബാധിക്കുന്നു? കരൾ.
99 ഡി 99 വിബ്രിയോ കോളറയാണ് ആൻസർ. കോളറ ബാധയുണ്ടാക്കുന്ന രോഗാണു. താഴെ പറയുന്നവയിൽ പകൽ സമയം കടിക്കുന്ന കൊതുക്. താഴെ പറയുന്നവയിൽ പകൽ സമയം കടിക്കുന്ന കൊതുക് ഏതാണ്? ഈഡിസ് കൊതുകാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ട് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഏതെങ്കിലും ആൻസേഴ്സ് കറക്റ്റ് അല്ല, PSC പറഞ്ഞതല്ല ആൻസർ എന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് സഹിതം നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം 5 ദിവസത്തിനുള്ളിലാണ് സാധാരണ അത് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ കീ കംപ്ലൈൻറ്റ്സ് ഫയൽ ചെയ്യാൻ ലോഗിൻ ചെയ്തിട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. താങ്ക്